ഇത് യൂസർ ആപ്പിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഡിസൈനാണ്. ഇതിൽ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഫങ്ഷണാലിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാണ്, അല്ലാണ്ട് ഒരു പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല ഈ തന്നിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ്ലി ഒരു ആപ്പിൻ്റെ ബേസിക് ഫങ്ഷണാലിറ്റിനെ കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ സൈഡ് ഡ്രോവറും സ്പ്ലാഷും കൊടുത്തിട്ടുണ്ട്. ഇത് എന്താ വെച്ചാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഏത് പേജിലും കുറച്ച് ഡീറ്റെയിൽസ് കാണിക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷനാണ് ഇത്. ഇത് നമ്മളെ ബൈ ഡിഫോൾട്ട് നമ്മളൊരു ആപ്പ് തുറക്കുമ്പോൾ നമുക്ക് ഒരു സ്പ്ലാഷ്, ഒരു ലോഗോ ഒക്കെ കാണിക്കുന്ന ചെറിയൊരു ടൈം ഉണ്ടാവും, അത് കാണിക്കുന്ന ഒരു പേജാണിത്. ഓക്കെ, ഇതിൽ ഈ സൈഡ് ഡ്രോവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇത് കാണിക്കണം, അത്ര റിക്വയർമെൻറ്റ് വരുന്നുള്ളൂ. ഇതെല്ലാ പേജിലും വർക്ക് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ആദ്യം സ്പ്ലാഷിലേക്ക് തന്നെ പോവാം. ഓക്കെ, വൺസ് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതായത് ആപ്പ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ സ്പ്ലാഷ് കാണേണ്ടതുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്പ്ലാഷിൽ 3 സെക്കൻഡ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ലോഗിൻ പേജിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലോഗിൻ പേജിലെത്തി യൂസറിൻ്റെ യൂസറിനെയും പാസ്വേഡും സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ അക്കൗണ്ടിൽ സ്റ്റോർ ആവണം. സ്റ്റോർ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു API കോൾ എന്നാണ് ജസ്റ്റ് ഇവിടെ നെയിം കൊടുത്തിട്ടുള്ളത്. അതെടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആപ്പിൻ്റെ സ്റ്റോറേജിൽ സേവ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അതെന്താണ്, യൂസർ ഡീറ്റെയിൽസ് ഒരു ഒബ്ജക്റ്റാണ്, ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഒരു ക്യാഷ്ഡ് കീ എന്ന് പറഞ്ഞിട്ട് ഒരു കീ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെർവർ URL കിടക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലോട്ട് വരാം. ഇത് യൂസർ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഇത് കാണിക്കേണ്ടുള്ളൂ. നമുക്ക് സ്കിപ്പ് ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ സ്കിപ്പ് ഓപ്ഷൻ കൊടുത്തിട്ട് API കോൾ എടുത്തു കഴിഞ്ഞാൽ ഈ യൂസർ ഡീറ്റെയിൽസിൻ്റെ അവിടെ എംപ്റ്റി ആയിട്ടാണ് കാണിക്കേണ്ടത്. ഈ ക്യാഷ്ഡ് കീയും അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ആപ്പിൻ്റെ ഫങ്ഷണാലിറ്റി ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഇത് ആപ്പ് ക്ലോസ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാലും സ്കിപ്പ് യൂസർ ലോഗിൻ ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് വന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഡീറ്റെയിൽസ് കാണിക്കാൻ പാടില്ല. നേരെ മറിച്ച് ലോഗൗട്ട് അടിച്ചിട്ട് വീണ്ടും ലോഗിൻ വിത്ത് അതായത് യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്തിട്ടാണ് ലോഗിൻ ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ കീപ്പ് ചെയ്ത് വെക്കണം. പിന്നെ ആപ്പ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ആ ഡീറ്റെയിൽസ് ഉണ്ടാവണം. പിന്നെ ഹോം പേജിൽ ഒരു ഹൊറിസോണൽ സ്ക്രോൾ വ്യൂ കൊടുത്തിട്ടുണ്ട്, ഒരു അക്കോർഡിയൻ കൊടുത്തിട്ടുണ്ട്. അതായത് ലെസ് നോക്കി കഴിഞ്ഞാൽ ഇത് ചെറുതാവും, മോർ നോക്കി കഴിഞ്ഞാൽ ഇത് വലുതാവും. ആ രീതിയിലാണ്. പിന്നെ വരുന്നത് വെർട്ടിക്കൽ സ്ക്രോൾ വ്യൂ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള കമ്പോണൻസ് ആണ്. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റണം. പിന്നെ വരുന്നത് സൈഡ് ഡ്രോവറിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ്, മൊഡാൽ സെൻറ്ററിൽ വരുന്ന മൊഡാൽ, ടോപ്പിൽ നിന്ന് വരുന്ന മൊഡാൽ, ബോട്ടത്തിലുള്ള മൊഡാൽ, പിന്നെ സ്നാക്ക് ബാർ, ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാബ് ബാർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലൊക്കെ സൈഡ് ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അത്യാവശ്യം ഫങ്ഷണാലിറ്റി ലെവൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ആപ്പിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്.